ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മൺഡേ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്തവരെ ലൈക്ക് അടിച്ച് പോറാക്കുക മച്ചാമാരെ. അപ്പോൾ നമ്മുടെ റോഡ് ടു 7K ആണ്. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യൽ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് മച്ചാമാരെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം ഓൾറെഡി വേറെ ഒന്നുമല്ല, ഞാനിനി വിചാരിക്കുന്നത് നമ്മൾ രാവിലെ ഒരു 11 മണി തൊട്ട് 12 മണി വരെ ഡെയിലി ഞാൻ ലൈവ് വെച്ചാലൊന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും മെയിൻ്റെനൻസ് ലൈവ് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ മച്ചാമാരെ ഉറപ്പായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു 1K ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് പോറാക്കുക മച്ചാമാരെ. ഇപ്പോൾ ഉറപ്പായിട്ട് എന്താ പറയുക, നമ്മുടെ ബെയിലിന്റെ കാർഡ് വരുന്നുണ്ട്, പിന്നെ കുറെ ഫ്രീ ട്രെയിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം നമുക്ക് വിശദമായിട്ട് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച പോലത്തെ നമ്മുടെ കഫുവിന്റെയും പിർലോന്റെയും പിന്നെ അതുപോലെ പുയോളുടെ ഒരു കാർഡ് വന്നു. നല്ലൊരു കാർഡാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം കുറേ പേര് നമ്മുടെ അതിലൊരു കഫുവിന്റെ കാര്യം ചോദിച്ചാൽ പുയോള് അത്യാവശ്യം നല്ലോണം ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡാനി എൽമാരിനെ സെറ്റ് ചെയ്തിട്ട് ക്വിക്ക് കൗണ്ടറാണ് 4-3-3 ആയിട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഓൾറെഡി പൊസിഷൻസ് ഞാൻ റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർ ബി പ്ലേയേഴ്സ് ഒന്നും അങ്ങനെ വേണ്ട സബ്സ്റ്റിറ്റ്യൂഷനിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ബാർസലോണയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ബേസ് ടീം. കാരണം ഓൾറെഡി നമ്മുടെ പുയോള് ബാർസയാണല്ലോ, പിന്നെ നമ്മുടെ പിർലോ AC മിലാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീം ഇട്ടാൽ മതി. AC മിലാനാണ് അല്ലെങ്കിൽ നമ്മുടെ ബാർസലോണ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മൾ കിട്ടിയ ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് കുറെ കാര്യങ്ങൾ ഇനിയും ഉണ്ട്. നമ്മുടെ ഫ്രീ ട്രെയിൻ കാര്യങ്ങളും സെലക്ഷൻ കോൺട്രാക്റ്റും എല്ലാം വരാനുണ്ട്. വെയിറ്റ് ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ എന്താ പറയുക, ചിലപ്പോൾ എപ്പിക് വീഡിയോയിൽ നമ്മുടെ നല്ലൊരു ഓപ്പോണന്റുമായിട്ട് ഡിവിഷൻ മാച്ച് വന്ന് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മച്ചാമാരെ, അപ്പോൾ എല്ലാവരും നല്ലോണം വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിതാ ഗൈസ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ കുറെ കോയിൻ ആരും വേസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറയാൻ അറിയോ, 100-200 കോയിൻ മാത്രം നിങ്ങൾ ഈ ഒരു പാക്കിന് വേണ്ടി ഇട്ടാൽ മതി. കാരണം സെക്കൻഡ് ട്രൈ കുറെ പേർക്ക് ഫസ്റ്റ് ട്രൈ സെക്കൻഡ് ട്രൈ കിട്ടിയവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഗൈസ്. ഞാൻ ഇപ്രാവശ്യം തൊട്ട് സൈഡിൽ പറ്റുവാണെന്ന് എഴുതി കാണിക്കാം നമ്മുടെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പിർലോയിൻ എടുക്കുന്നു. ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് അതായത് ഡീറ്റെയിൽസോ കാര്യങ്ങളോ റൊട്ടേറ്റോ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വീഡിയോ കാണണം, എന്നാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമല്ലോ മച്ചാമാരെ. ഓക്കെ, അതിനുശേഷം ഗൈസ് ഞാനിതാ നമ്മൾ ബാക്ക് അടിച്ചിട്ട് CO അത് ഞെക്കുക കേട്ടോ. CO ഞെക്കിയതിനു ശേഷം ഗൈസ് നമ്മുടെ ഇവിടെ റോഡ്രിഗസ് ഉണ്ട്. റോഡ്രിഗസിന് എടുക്കുക ഗൈസ്. നിങ്ങൾക്ക് ഇത് ഓൾറെഡി എന്താ പറയുക, ഞാൻ ഹൈലൈറ്റിൽ നിന്ന് വിട്ടു പോകാണ്ടിരിക്കാനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ മച്ചാമാരെ കുറെ പേർക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം കഫൂനെ എടുക്കുന്നു. ഇതേപോലെ തന്നെ സ്റ്റാറ്റസും കാര്യങ്ങളും ഞാൻ നോക്കുന്നു കേട്ടോ ഗൈസ്. ഇതേപോലെ നിങ്ങളും ഫോളോ അപ്പ് ചെയ്യാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കാണ് മച്ചാമാരെ. അപ്പോൾ റൊട്ടേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. കഫൂനെ എടുക്കുന്നു, അതുപോലെ നമ്മുടെ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ എടുക്കുന്നു. അതിനുശേഷം പെർലോൻ എടുക്കുന്നു ഗൈസ്. ഓക്കെ, 3 വട്ടം പെർലോൻ എടുത്തിട്ട് ഗൈസ് നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, പെർലോ കാർഡില്ല ജസ്റ്റ് ഒന്ന് എടുക്കുക കേട്ടോ. സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ ഫുൾ എടുക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്താ പറയുക ആ ട്രിക്കും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുള്ളൂ ഗൈസ്. അപ്പോൾ അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ തൊട്ടടിയിലോട്ട് പോകുമ്പോൾ ജെയിംസ് മാഡിസൺ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, നമ്മുടെ ബേസാണ്, അതിനെ എടുക്കുന്നു. എല്ലാം സാധാരണ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ബാക്ക് അടിച്ച് ഇതേപോലെ വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി വെക്കാം. ഉറപ്പായിട്ട് നമ്മൾ രാവിലത്തെ കൊനാമി തരുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കി വെക്കാം ഗൈസ്. അതിനുശേഷം എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടിയിൽ 79 CF നമ്മുടെ ഗബ്രിയേൽ ജീസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ജീസസിനെ എടുക്കുക. ഓക്കെ, ഗബ്രിയേൽ. അതിനുശേഷം ഗൈസ് ഇതേപോലെ നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നല്ല നോക്കുക. റൊട്ടേറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ കാർഡിന്. ഓക്കെ, അപ്പൊ നമ്മുടെ LB പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ കിടക്കുവാണ്. എന്തായാലും നമുക്ക് മച്ചാമാരെ അപ്പം ബാക്ക് വന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, പിർലോയിൻ എടുക്കുന്നു ഗൈസ്. നിങ്ങൾക്കിപ്പം കഫൂനെ അല്ലെങ്കിൽ നമ്മുടെ പുയോളിനാണ് വേണ്ടത്, നിങ്ങൾ ആ ഒരു പ്ലെയറിനെ തൊട്ടാണ് കേട്ടോ. എനിക്ക് വേണ്ടത് പിർലോ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ട്രൈ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫ്രീ ട്രൈ ഗൈസ്. അപ്പോൾ കൊടുത്തു മച്ചാമാരെ. രാവിലെ നമുക്ക് നോക്കാൻ കിട്ടുമോ കിട്ടില്ല എന്ന് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എടാ പൂക്കറ്റി കത്തിന് ഉള്ളിൽ മഞ്ഞുണ്ടോ ഗൈസ്. എന്താ പറയാ, നല്ല തീപ്പൊരി ഉണ്ട്, പക്ഷെ ഒന്നുമില്ലടാ. ബേസാണ് സംഭവം കിട്ടിയത് ഗൈസ്. അപ്പം കുഴപ്പമില്ല. എനിക്ക് ഉറപ്പായിട്ടും ഇംഗ്ലീഷ് ലീഗിൽ ആരാണ് കിട്ടിയത്, യങ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പ്ലെയറാണ്, അശ്ലി യങ്, 3 സ്റ്റാർ ആണ് ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ് മച്ചാമാരെ. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആരൊക്കെ പോകുന്നുണ്ട് അതിന്റെ സൗണ്ട് ആട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനലിന് സബ് ചെയ്യാൻ മച്ചാമാരെ. അപ്പം നമ്മൾ ഡെയിലി ഒരു 8 മണിയാകുമ്പോഴത്തേനും നൈറ്റ് എന്തായാലും ലൈവ് ഉണ്ടാവും. അപ്പോൾ ഇനിയും കൂട്ടി വരാം. നമ്മൾ രാവിലെയൊക്കെ ഏകദേശം ലൈവിന് വെച്ചാലും ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോന്റെ കൂടെ സെറ്റ് ചെയ്തിട്ട് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ മച്ചാമാരെ നമുക്ക് ലൈവ് കാണുന്നതായിരിക്കും, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.